ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികളാരെയും സഹായിക്കാറില്ല. കുത്തും ഉടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. എങ്കിൽ അവനെ ഒന്ന് കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എങ്കിൽ കാൽ രണ്ട് വെട്ടി കളയാം. പിന്നെ കണ്ണുകുത്തി പിടിക്കണം. അതൊക്കെ ദാസൻ ചട്ടപ്പയുടെ ഇഷ്ടം. വാതിൽ തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ. ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന തള്ളയോട് പറയടോ. എവിടെടാ നിന്റെ മുതലാളി? പറയടാ. പോയി, ഇവിടുന്ന് പോയി. എങ്ങോട്ട് പോയി? വീട്ടിലേക്ക്. എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാന്നുണ്ട്. തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്. ഞാൻ എന്ത് കുറ്റാ ചെയ്തെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല. ഞാൻ ആടല്ല ദാസ. ദാസൻ ഊണങ്ങനെ സാധാരണ അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്നു ചുട്ടുന്നു. നാട്ടിലെവിടെയും അവളെ അവൻ താമസിപ്പിച്ചിട്ടില്ല. പിന്നെ എവിടെയായിരിക്കും? ചൊവ്വ ഗൃഹത്തിലായാലും ഞാനത് കണ്ടുപിടിക്കും. അവിടെ ഒന്നും ആയിരിക്കില്ല.